അങ്ങ് അമേരിക്കയിൽ നടന്ന ഒരു ജഡ്ജ്മെന്റ് ഈയിടെ ഞാൻ വായിച്ചു. ഫേസ്ബുക്കിലാണ് വായിച്ചതെന്ന് തോന്നുന്നു. 15 വയസ്സുകാരനായ ഒരു പയ്യനെ ബ്രെഡും ചീസും മോഷ്ടിച്ചതിന്റെ പേരിൽ കോടതിയിൽ ഹാജരാക്കി. ജഡ്ജി അവനോട് ചോദിച്ചു, എന്തിനാണ് നീ സഹപാഠിയുടെ ബാഗിൽ നിന്നും ബ്രെഡും ചീസും ഒക്കെ മോഷ്ടിച്ചത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അന്നേ ദിവസം എൻ്റെ അമ്മക്ക് പനിയായിരുന്നു, എൻ്റെ കയ്യിലാണെങ്കിൽ പണവുമില്ല, വിശന്നപ്പോൾ ഞാൻ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. ആ ജഡ്ജി ഒരു ജഡ്ജ്മെന്റ് വിധിച്ചു. എങ്ങനെയാണെന്നറിയോ? ഇതിന് കുറ്റക്കാരൻ അവനല്ല, ഈ കോടതിയിൽ കൂടിയിരിക്കുന്ന നമ്മളൊക്കെയാണ് അവൻ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന്റെ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. എന്നിട്ട് ജഡ്ജി പറഞ്ഞു, കോടതി പിരിയുന്നതിന് മുന്നേ ഇരിക്കുന്ന എല്ലാവരും $10 വീതം കോടതിയിൽ പിഴയായി ചുമത്തണമെന്ന്. മാഷാ അല്ലാഹ്. വളരെ കാലം മുന്നേ അറേബ്യ കീഴടക്കി വാണിരുന്ന ഒരു ഖലീഫ ഉണ്ടായിരുന്നു, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തൻ്റെ കീഴിൽ ഒരു മനുഷ്യനും, ഞാൻ ഭരിക്കുന്ന ഈ ഒരു സാമ്രാജ്യത്തിന്റെ കീഴിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ ശിക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ കുറ്റക്കാരനായി കാണേണ്ടത് ഭരണാധികാരിയായ എന്നെയും പിന്നെ അവരുടെ അയൽവാസിയെയുമാണ് എന്ന് ഖലീഫ ഉമർ എപ്പോഴും പറയുമായിരുന്നു. അത്രയും കർക്കശക്കാരനായിരുന്നു. പാവങ്ങളുടെ പേരിലും ദരിദ്രരുടെ കൂടെയും എന്നും നിലകൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോകുന്നതും ഇങ്ങനെയുള്ള ഭരണാധികാരികളും ജഡ്ജിമാരും ഒക്കെയാണ്, അല്ലേ? പല ആളുകളുടെയും ആഗ്രഹങ്ങൾക്ക് അതീതമായിട്ടല്ലാതെ അവർക്ക് വിധി പറയാനോ നിയമങ്ങൾ അനുസരിക്കാനോ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ദരിദ്രരുടെ കൂടെയും നിരാരംഭരുടെ കൂടെയൊക്കെ നിൽക്കാൻ ഇന്ന് ആരാ ഉള്ളത്? ഭരണകൂടമില്ല, ഭരണാധികാരികളില്ല, ജഡ്ജ്മെന്റ് ഇല്ല. കയ്യൂക്കുള്ളവൻ ആരോ അവൻ കാര്യക്കാരൻ, അത്രയേ ഉള്ളൂ. ദരിദ്രരെന്നും ദരിദ്രർ തന്നെ, പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവർ തന്നെ. ശരിക്കും നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം. വലിയ വീടെല്ലാം കെട്ടി, 4 ആൾ പൊക്കത്തിൽ മതിലെല്ലാം കെട്ടി, അതിനുള്ളിൽ ഒരു ലോകമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, എല്ലാം നമ്മുടെ കാൽക്കീഴിൽ ഇങ്ങനെ ഫോൺ വഴിയും ഓൺലൈൻ വഴിയൊക്കെ എത്തുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന, ഇതിലേക്കൊന്നും എത്താത്ത, ഇതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ദരിദ്രരായ കുറേ ആളുകൾ, ചുരുക്കി പറഞ്ഞ ഒരു 40 വീടെങ്കിലും, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ നമ്മുടെ വീടിന് ചുറ്റുള്ള 40 വീടെങ്കിലും അവർ നമ്മുടെ അയൽവാസികളാണ്, സ്വന്തം കുടുംബത്തെ പോലെ പരിചരിക്കേണ്ടവർ. നമ്മൾ എത്ര ആളുകൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. ആർക്കാ സമയമല്ലേ? ആർക്കാ അന്വേഷിക്കാൻ സമയം? നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ തിരക്കുകളും നമ്മുടെ ആഡംബരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ എന്താ പറയുക, മറ്റുള്ളവരെ കാണിച്ച് അതിലിങ്ങനെ മതിമറന്ന് ജീവിച്ചിട്ട് എവിടെയാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും അവരുടെ വിശപ്പിനെ കാണാനൊക്കെ നമുക്ക് സമയം, അല്ലേ?